പിൻപേ പോകും ഞങ്ങൾ, ജയത്തിൻ ഗീതം പാടി മുഴാം. മൃത്യുവെ വെന്ന കർത്തൻ നമ്മെ നിത്യതയെത്തുവോളം നടത്തിയിടും. മൃത്യുവെ വെന്ന കർത്തൻ നമ്മെ നിത്യതയെത്തുവോളം നടത്തിയിടും. പാടിടാം ജയ് ജയ്, പാടിടാം ജയ് ജയ്, പാടിടാം ജയ് ജയ്, പാടിടാം ജയ് ജയ്. നമ്മുടെ നാഥൻ ജീവിക്കുന്നു, നമ്മുടെ നാഥൻ ജീവിക്കുന്നു. സത്യവും ജീവ മാർഗവുമായി ക്രിസ്തുവിൽ നമ്മൾ ധന്യരല്ലോ. സത്യവും ജീവ മാർഗവുമായി ക്രിസ്തുവിൽ നമ്മൾ ധന്യരല്ലോ. നിത്യസന്തോഷം അത്യധികം നമ്മൾക്കെല്ലാവർക്കുമില്ല. നിത്യസന്തോഷം അത്യധികം നമ്മൾക്കെല്ലാവർക്കുമില്ല. എൻ ക്രിസ്തൻ യോധവാകുവാൻ ചേർന്നാൻ സൈന്യത്തിൽ താൻ ദിവ്യ വിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ സ്നാന ശുശ്രൂഷയ്ക്കായി തിരുനാമത്തിന് സ്തോത്രം. ഈ സ്ഥലം സഭയ്ക്കായി ദൈവജനത്തിനായി തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുന്ന 5 സഹോദരി സഹോദരന്മാർക്കായി അവരുടെ ഭവനങ്ങൾക്കായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ 5 മക്കളും ദൈവത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരും രക്ഷ എന്ന ദാനം ലഭിച്ചവരും യേശുക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച മക്കളാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പരസ്യമായി ഈ ജലത്തിൽ അവർ സാക്ഷിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, അവർ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. മാത്രമല്ല, പഴയ മനുഷ്യൻ ഇവിടെ അടക്കപ്പെടുകയാണ്. അവർ മുകളിലേക്ക് വരുമ്പോൾ, വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ പുതിയ ഒരു മനുഷ്യൻ. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്. എന്നാൽ പരസ്യ പ്രസ്താവന, പരസ്യമായുള്ള സാക്ഷ്യം അവരിന്ന് നടത്തുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തുടർന്നുള്ള നാളുകളിൽ ഈ മക്കൾക്ക് ആവശ്യമായ കൃപ കൊടുക്കണം. ഷീലയാൻ മോളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മമ്മി ഇവിടെയുണ്ട്. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം. ഈ മോള് ആത്മീയമായും ഭൗമികമായും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടപേക്ഷിക്കുന്നു. ദയവുണ്ടായി കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാമാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു
മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരിയുടെയും പാപങ്ങൾക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്നും കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരിയും ഉണ്ടായിരിക്കുമെന്ന് സഹോദരിക്ക് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുവാൻ സാധിക്കുമോ? വിശ്വാസമുണ്ടോ? സഹോദരിയുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇഷ്ടമോൾക്കായി തിരുനാമത്തിന്റെ സ്തോത്രം. ചേച്ചി ഇവിടെയുണ്ട്. ജോജോന്റെ കുടുംബത്തിനായി സ്തോത്രം. പ്രിയ സഹോദരി ഈ മക്കൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മോൾക്കും കർത്താവിനെ കണ്ടുമുട്ടുവാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ, പുത്രനെ ചൂണ്ടിപ്പാൻ, കർത്താവിൽ ശരണപ്പെടുവാൻ ഭാഗ്യമുണ്ടായല്ലോ. തിരുനാമത്തിന്റെ സ്തോത്രം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിപ്പാൻ, ആത്മരക്ഷ സാധിപ്പാൻ, രക്ഷ എന്ന ദാനം ലഭിപ്പാൻ, ദൈവമകളായി തീരുവാൻ, ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഈ മകൾക്കും കൊടുത്ത ഭാഗ്യത്തിനായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ രക്ഷ എന്ന ആ വലിയ ദാനം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനെ സാക്ഷിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ പിൻപറ്റി വളർന്നു വലുതാവുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി സഹോദരിമാരുടെ ഇടയിൽ ശോഭിക്കുന്ന നല്ലൊരു വിളക്കായി, കത്തുന്ന വിളക്കായിരിക്കാൻ തക്കവണ്ണം ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകി അവിടുന്ന് സഹായിക്കണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഈ മകളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. ആത്മീയമായും ഭൗമികമായും ധാരാളമായി അനുഗ്രഹിക്കണം, സഹായിക്കണം. തന്നെല്ല തന്റെ ദാനങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ ശിക്ഷാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാമാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പ്രിയ സഹോദരിയുടെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് ഇന്നും ജീവിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരിയും ഉണ്ടായിരിക്കുമെന്ന് സഹോദരി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? സഹോദരിയുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. കർത്താവേ, ജോഷുവ സഹോദരനായി തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. സ്തോത്രം. പ്രിയ മോന്റെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവരെല്ലാവരും ദീർഘവർഷം ആൾപ്പാറയിൽ അവർക്ക് കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യമുണ്ടായി. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മോൻ ഇന്ന് രാവിലെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കൃപ കൊടുത്തതുകൊണ്ട് സ്തോത്രം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ കർത്താവ് അധികാരം നൽകി. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇന്ന് ജീവൻ പ്രാപിച്ചിരിക്കുക, ജീവനുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഉള്ളിൽ വന്നു. യേശു ഉള്ളിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നും. അങ്ങനെ
രക്ഷിക്കപ്പെട്ട ദൈവമകനായി തീരുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. മാത്രമല്ല ദൈവസഭയുടെ അംഗമായി തീരുവാൻ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. രാവിലെ ആ പഴയ മനുഷ്യൻ ഇവിടെ കുഴിച്ചിടപ്പെടുകയാണ്. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ ധരിച്ച് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി നല്ലൊരു ദാസനായി വളർന്ന് പഠിച്ചുയർന്ന് കർത്താവിന്റെ സാക്ഷിയായി എവിടെ ആയിരുന്നാലും, എവിടെ ദൈവമാക്കുന്നുവോ അവിടെയൊക്കെ നല്ല സാക്ഷ്യം പുലർത്തി ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ പിൻപറ്റി ജീവിപ്പാൻ ഈ ജോഷുവയ്ക്ക് ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകണം. ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിച്ച് ആദരിച്ച് നിലനിർത്തണം എന്നൊരു ശേഷം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാമാർഗമായ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പ്രിയ സഹോദരന്റെയും പാപത്തിന് പകരക്കാരനായി കർത്താവ് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോദരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. സഹോദരന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഞാൻ കണ്ടു വലിയ സൈന്യമാ ഞാനും നിശ്ചയം സ്തുതിക്കുന്നു. ജെയിംസ് അവരുടെ കുടുംബത്തിനായി തിരുനാമത്തിന് സ്തോത്രം. ബെറ്റിയും ജെയിംസും അവരുടെ 2 മക്കളെ ആത്മീയമായി വളർത്തുവാൻ കൃപ കൊടുത്തു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ബാനിമോനെ കർത്താവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി വിശ്വാസത്താൽ സ്വീകരിപ്പാൻ ഭാഗ്യമുണ്ടായി. തിരുനാമത്തിന് സ്തോത്രം. തോമസ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർക്കുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളത്. എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ആ കർത്താവിന് ഹൃദയം കൊടുക്കുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഒരു വലിയ വീണ്ടെടുപ്പ്, വലിയ ശുദ്ധീകരണം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഭാഗ്യമുണ്ടായല്ലോ. തിരുനാമത്തിന് സ്തോത്രം. കർത്താവിനെ അറിയുന്നതാണ് ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യം ഈ മോൻ നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ചെറുപ്പമാണ്, പഠിക്കുന്നു. കർത്താവെ വളർന്നു വലുതായി യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദൈവത്തിന്റെ ദാസനായി വളർന്ന് ഉയർന്നു വരുവാൻ ആവശ്യമായ എല്ലാ കൃപയും അവിടുന്ന് നൽകി സഹായിക്കണം, അനുഗ്രഹിക്കണം. കുടുംബത്തെയും അനുഗ്രഹിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാമാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പ്രിയ സഹോദരന്റെയും പാപങ്ങൾക്ക് പകരക്കാരനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോദരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? സഹോദരന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ അവനാഥൻ മോന് കർത്താവിനെ അറിയുവാൻ ഭാഗ്യമുണ്ടായല്ലോ. സ്തോത്രം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ, തൃപ്പാദം ശുദ്ധിപ്പാൻ, കർത്താവിന്റെ കാൽക്കൽ വീഴുവാൻ,
കർത്താവേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ കർത്താവാണ്, അങ്ങന്റെ രാജാവാ, എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറയുവാൻ ഭാഗ്യമുണ്ടായല്ലോ. തിരുനാമത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. എന്നാൽ ഈ ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസിമാർ, ദൈവത്തിന്റെ ജനം, ഈ യോനാഥൻ മോൻ അടക്കം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ, ഞങ്ങളുടെ കണ്ണ് അവിടുന്ന് തുറന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അങ്ങേ അറിയുവാൻ, അങ്ങേ കാണുവാൻ, അങ്ങേ ദർശിപ്പാൻ, അങ്ങയുടെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് സ്തോത്രം. ഈ യോനാഥാൻ മോനും ആ ഭാഗ്യമുണ്ടായി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുക, എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. രാവിലെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി തിരുനാമത്തിന് സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ കർത്താവിനോട് ചേരുന്നു. എന്തോ ഒരു ചേർക്കലാണ്. സഭയോട് ചേർക്കുന്നു. കർത്താവ് തന്നെ അത് ചെയ്യുന്നത്. കർത്താവ് തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം. ഡോക്ടർ പ്രീതയ്ക്കായി സ്തോത്രം. ഡോക്ടർ റോളന്റിനായി സ്തോത്രം. നീതിനും ജോനാഥാനും 2 മക്കളെ കൊടുത്തു. തലമുറകൾ 3ഉം 4ഉമായി MP ഗോളിച്ചാരി ഇരിപ്പുണ്ട്. കർത്താവേ, തലമുറകൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന തലമുറകളെ വാർത്തെടുപ്പാൻ ഈ കുടുംബത്തിന് ഇവർക്കൊക്കെ ഭാഗ്യമുണ്ടായല്ലോ. തിരുനാമത്തിന് സ്തോത്രം. ഈസിയാന്റി നിത്യതയിൽ വിശ്രമിക്കുക. എന്നാൽ ഈ മക്കളെ, തലമുറകളെ ദൈവത്തിന് വേണ്ടി വാർത്തെടുപ്പാൻ മക്കളുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ഭാഗ്യമുണ്ടായി. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് രാവിലെ ഈ കൽപ്പന അനുസരിച്ച് രക്ഷയുടെ പാനപാത്രം എടുത്ത് അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ യോനാഥാന് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അവന്റെ പേര് പോലെ തന്നെ കർത്താവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ വളർന്ന് പഠിച്ച് ഉയർന്നു വരുന്ന സഭയ്ക്ക് അനുഗ്രഹമായി, ദൈവജനത്തിന് അനുഗ്രഹമായി, യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി എവിടെയായിരുന്നാലും ആക്കുന്ന സ്ഥാനത്തായിരിക്കാൻ തക്കവണ്ണം ആവശ്യമായ എല്ലാ കൃപയും നൽകി ആത്മീയമായി ഭൗമികമായും അനുഗ്രഹിച്ച് ആദരിച്ച് വഴി നടത്തണം എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, മഹത്വം അങ്ങേക്ക് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും ലോകരക്ഷിതാവും ഏകരക്ഷകനും ഏകരക്ഷാമാർഗമായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രിയ സഹോദരന്റെ പാപത്തിന് പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ ശക്തിയുടെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്ത് ജീവിക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ പ്രിയ സഹോദരനും ഉണ്ടായിരിക്കുമെന്ന് സഹോദരൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? സഹോദരന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലെ അടിസ്ഥാനത്തിൽ ഞാൻ സഹോദരനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ നായക നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ 5 മക്കൾ ഈ ഭൂമിയിൽ വിവിധ സമയങ്ങളിലായി അവിടുത്തെ പുത്രനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിപ്പാൻ, അവൻ വിശ്വസിപ്പാൻ അവർക്ക് കൃപ നൽകിയല്ലോ. സ്തോത്രം. അങ്ങനെ അവർ ദൈവമക്കളായി തീർന്നു. അങ്ങനെ ദൈവമക്കളായി തീർന്നവർ കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് കൊടുത്തതായ നിയോഗം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നുള്ളതായ ആ നിയോഗം ഇന്ന് സഭയായി കർത്താവെ ഞങ്ങൾക്ക് നിർവഹിപ്പാൻ, ഞങ്ങളുടെ 5 മക്കൾ നിന്നെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. സ്തോത്രം. അവർ ക്രിസ്തുവിനോട് കൂടെ
കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളതായ സാക്ഷ്യം അവർ പുലർത്തിക്കൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു, അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതായ സാക്ഷ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നീ അവർക്ക് കൃപ നൽകിയല്ലോ. സ്തോത്രം. അത് കർത്താവേ, ഇന്ന് മാത്രമല്ല തുടർന്നുള്ളതായ എല്ലാ നാളുകളിലും എല്ലാ നേരവും അവരുടെ ഹൃദയത്തെ ഭരിപ്പാൻ തക്കവണ്ണം ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ടവനാണ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്, ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ രക്ഷിച്ചതായ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവുള്ളതായ വിശ്വാസം മൂലമാണെന്നുള്ളത് എപ്പോഴും ആ ചിന്ത അവരെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവേ, ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് അവരുടെ പഴയ മനുഷ്യൻ, ഞങ്ങളുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ചിന്ത ഞങ്ങളെ ഭരിപ്പാൻ തക്കവണ്ണം ഇനിയും പാപത്തിന് കർത്താവെ ഞങ്ങൾ കീഴ്പ്പെട്ടു പോകാതെ, അടിമപ്പെട്ടു പോകാതെ നിനക്കുള്ളവരായി ജീവിപ്പാൻ ഈ പ്രിയ മക്കളെയും ഞങ്ങളെയും ഒരുപോലെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് ആവശ്യമായ എല്ലാ കൃപയും നൽകിയല്ലോ. സ്തോത്രം. ഇത്രയും ജനത്തെ കർത്താവെ ഈ സ്വർഗം സന്തോഷിക്കുന്നതായ ഈ സമയത്ത് കൂട്ടിവരുത്തിയല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇനിയും കർത്താവെ, നിന്റെ കൃപയാൽ ഞങ്ങൾ കർത്താവെ കർത്തൃമേശയോടുകൂടെ നിന്നെ ആരാധിക്കട്ടെ. ആരാധന അവിടത്തേക്ക് സുഗ്രാഹ്യമായിരിക്കട്ടെ. നന്ദി വരുന്ന ഹൃദയത്തോടുകൂടെ നിന്നെ സ്തുതിപ്പാൻ തക്കണം ഇടയാക്കണം. എല്ലാ മഹത്വവും അവിടത്തേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇന്ന് കർത്താവിന്റെ ജനത്തിൽ സാക്ഷിച്ച പ്രിയ മക്കളോടുകൂടെ ഞങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.